എന്റെ പേരക്കുട്ടീനെ ഇതുപോലെ പഠിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട്. 2 വയസ്സായിട്ടുള്ളത്. വളരട്ടെ. അതാണല്ലോ വേണ്ടത്. മക്കളെ സേഫ് ആക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം. അടിച്ചു തോപ്പിക്കാൻ പറ്റുന്നതിനെ അടിച്ചു തോപ്പിച്ച് കീഴടത്തി ലഹരിക്കെതിരായി വരുന്ന എല്ലാവരും അടിച്ചു തോപ്പിക്കണം. അടിപൊളി സിനിമയായിരുന്നു. ഗേൾസ് ഒക്കെ കണ്ടിരിക്കേണ്ട സിനിമയാണ്. ശരിക്കും രോമാഞ്ചം വരും. അടിപൊളി ഫൈറ്റെല്ലാം കുഴപ്പമില്ല, എന്തായാലും വിസ്മയം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഫൈറ്റ് ഒരു രക്ഷയില്ല, സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. പിന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ മോയും അടിപൊളിയായിരുന്നു. എല്ലാം സെറ്റ് സൂപ്പറായിരുന്നു. നല്ല പടമായിരുന്നു. തകർത്തു. വിസ്മയുടെ നല്ല അഭിനയമായിരുന്നു. കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. വളരെയേറെ ഇഷ്ടപ്പെട്ടു. നല്ല പടം. നല്ലതാണ്. നന്നായിട്ട് അഭിനയിച്ചു. വളരെയേറെ ഇഷ്ടപ്പെട്ടു. പടം കൊള്ളാം. ഫസ്റ്റ് മൂവി എന്നുള്ള നിലയ്ക്ക് മോഹൻലാലിന്റെ മോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റിവ്യൂസ് കേട്ടായിരുന്നു, പിന്നെ കൂടുതൽ അതിനെപ്പറ്റി നോക്കിയില്ല, നേരെ വന്ന് കാണാണ് ചെയ്തത്. കൊള്ളാം. ലാസ്റ്റത്തെ ഫൈറ്റ് സീനൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ലായിരുന്നു. കണ്ടിരിക്കാം, ബോറടിക്കണ്ട. പിന്നെ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. വെച്ചാല് ഇപ്പോ അതാണല്ലോ വേണ്ടത്. മക്കളെ സേഫ് ആക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം. പ്രകടനമൊക്കെ നല്ലതാ. ഓക്കെ, നല്ല സിനിമ. കിടിലൻ, ഒന്നും പറയാനില്ല. അടിപൊളി. പടം സൂപ്പർ. വിസ്മയുടെ തുടക്കം അടിപൊളി, ഒടുക്കം അടിപൊളി. അടിപൊളി പടം. നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തോന്നുന്നുണ്ട്. എന്റെ പേരക്കുട്ടീനെ ഇതുപോലെ പഠിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട്. 2 വയസ്സായിട്ടുള്ളത്. വളരട്ടെ. അടിപൊളി സൂപ്പർ പടം. മോഹൻലാൽ ലാലേട്ടൻ്റെ മോള് തന്നെ മീനുക്കുട്ടി. പെൺപിള്ളേരായ ഇങ്ങനെ വേണം. അടിച്ചു തോപ്പിക്കാൻ പറ്റുന്നതിനെ അടിച്ചു തോപ്പിച്ച് കീഴടത്തി ലഹരിക്കെതിരായി വരുന്ന എല്ലാവരും അടിച്ചു തോപ്പിക്കണം. സൂപ്പർ പടം, അടിപൊളി പടം. മീനു സൂപ്പർ. ഫസ്റ്റ് പടം അടിപൊളി. നന്നായിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളെ ഇങ്ങനെ വേണം മാതാപിതാക്കൾ പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് വിടേണ്ടത്. എവിടെ ചെന്ന് ആര് നമ്മുടെ മേത്ത് തൊടാൻ വന്നാലും തിരിച്ച് ഫൈറ്റ് ചെയ്യണം. ചെയ്തങ്ങാണ്ടില്ലേ, അല്ലാണ്ട് പേടിച്ച് മാറി നിൽക്കരുത്. ഈ സിനിമ ഒരു തുടക്കമായിരിക്കണം എല്ലാ പെൺകുട്ടികൾക്കും. ഓക്കെ, നല്ല മൂവിയായിരുന്നു. തുടക്കം നല്ലായിരുന്നു. നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല മൂവിയായിരുന്നു. അങ്ങനെയുണ്ട്. നല്ല മൂവിയായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. നല്ല പ്രകടനം. വിസ്മയ മോഹൻലാലിന്റെ. അതെ, ഒരു പ്രചോദനമാണത് നമുക്ക് പെൺകുട്ടികൾക്കുള്ളത്. നല്ല സിനിമ. കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു. കൊള്ളാം. വില്ലനായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയെ കുറിച്ച് പറയാൻ ഞാൻ ആധികാരികമായിട്ടൊന്നുമല്ല. അപ്പോൾ പിന്നെ വെറുതെ അഭിപ്രായം പറഞ്ഞു. ഒരു തകർപ്പൻ സിനിമ. ആ മോഹൻലാലിൻ്റെ മോളുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് പറ്റിയ ഒരു കറക്റ്റ് ക്യാരക്ടർ ഇവിടുന്ന് കിട്ടില്ലേ, അതിന് പറ്റിയൊരു സ്റ്റോറി. ഞാൻ 10-15 കൊല്ലം കൂടി സിനിമ കണ്ട ആളാണ്. പുള്ളിക്കാരത്തേക്ക് അറിയാം. സൂപ്പറായിരുന്നു. വിസ്മയുടെ പ്രകടനം ഇപ്പോഴത്തെ കാലത്ത് നടക്കണ ഒരേ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയണ നല്ല ഇതായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഏറ്റെടുത്തു. ശരി, നല്ലായിരുന്നു. 10-ാം ദിവസവും മികച്ച പ്രതികരണങ്ങളോട് പ്രതീക്ഷിക്കുന്നു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം. നല്ല മൂവിയായിരുന്നു. മോഹൻലാലിൻ്റെ മോളുടെ തുടക്കമല്ലേ, അത് നല്ല രീതിയിൽ അത് തുടങ്ങിയിട്ടുണ്ട്. അത് ഭാവിയിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാണാം, ഇനിയും കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. തെറ്റില്ല. ഇപ്പം ഇന്ന് നടക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു മെസ്സേജാണല്ലോ. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ പടം മൂവാകും എന്ന് വിശ്വസിക്കുന്നു.
ഉണ്ടായിരുന്നു മൂവി? എൻ്റെ പൊന്നെ ഞാനേ എല്ലാവരും പറഞ്ഞ കേട്ടപ്പോൾ മോഹൻലാലിൻ്റെ മോൾ ഇത്രക്ക് വരുന്ന ഓർക്കില്ല. അവിടെ സൂപ്പറാണ്. അച്ഛനും മോളും മോളും, അതായത് പറയണത് വെച്ചാൽ ഭാവമാറ്റങ്ങളൊക്കെ അച്ഛൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ ഇടി തന്നെ തകർക്കണമുണ്ട്. അതിപ്പോൾ പ്രണവായാലും മകളായാലും നല്ല മോളാണ്. അത് സന്തോഷം. സിനിമ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താ പറയുക, അതല്ലേ പറയണത്, നല്ല മോളാണ്, എല്ലാം കൊണ്ടും സൂപ്പർ. സിനിമ പറയുന്ന ഒരു കഥയുണ്ടല്ലോ, കഥ മെസ്സേജ് പറയണത് ഇപ്പം നമ്മുടെ ട്രെയിനിൽ പീഡിപ്പിക്കപ്പെട്ട സൗമ്യ, പിന്നെ ഇങ്ങനെ നടക്കണ കുറേ ഇതുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ചൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ സന്ദേശമുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാക്കാമല്ലോ. അതിപ്പോൾ ആയുധകല പഠിപ്പിക്കണമല്ല, അവരിപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഭൂരിഭാഗം അറിയാമല്ലോ. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നല്ലൊരു മോളാണത്. നല്ലൊരു മോളും സാധുവായ ഒരു കൊച്ചാണ്. സന്തോഷമായി. കൊള്ളായിരുന്നു. നല്ല സിനിമയാണ്. ലേഡീസിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന പോലത്തെ മൂവീസാണ്. നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല മൂവി. ഇപ്പോൾ 10-ാം ദിവസവും സിനിമ ഭയങ്കര പ്രതികരണങ്ങളോടെ മുന്നേറുവാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ മോളുടെ പ്രകടനമൊക്കെ കൊള്ളാനും നന്നായിട്ടുണ്ട്. ലാലേട്ടനും സൂപ്പറാണ്, മോളും കൊള്ളാം. അതുപോലെ നെഗറ്റീവ് കഥാപാത്രം ചെയ്ത ശരിക്കും പേടിച്ചു പോകും നമുക്ക്. നമ്മൾ ആ ഒരാളെ ഇരുട്ടത്ത് കാണുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് പേടി തോന്നും. മനസ്സിലായി. സെയിം ഫേസ് കട്ട് ഉണ്ട്, ബട്ട് ആളെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ലൈറ്റ്നിങ്ങിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. ഭയങ്കര നൈറ്റിലൊക്കെയാണല്ലോ ഷൂട്ട് ചെയ്തത്. അതാണ്, അതുകൊണ്ട് കൊള്ളാം, നല്ല മൂവി.